അടുത്തൊരു ഫോട്ടോയിലേക്ക് ആ. ഒരു കട്ട ചങ്ക് കൂട്ടുകാരിയല്ലേ സീരിയലിലൊക്കെ? ആരായിരിക്കും? കട്ടക്കൂട്ടെന്ന് പറയുന്നത് രേഖ ചേച്ചിയാണോ? ആ. ചേച്ചി ഇപ്പോൾ ഒരു വിവാദത്തിൽ പെട്ടു, അറിഞ്ഞിരുന്നോ? അറിഞ്ഞു. ഈ സൈബർ ബുള്ളിങ് അത്ര വലിയൊരു പ്രശ്നമാണോ ശാലു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഇരയല്ലേ ഞാൻ. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ. ശരിക്കും ഒരുപാട് കുട്ടികൾ ഇന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. അതെ. ആ ആത്മഹത്യയിലേക്ക് വിടുന്നതും നമ്മൾ ഓരോ വ്യക്തികൾ തന്നെ. ഒരു സത്യം തിരിച്ചറിയാതെ ഇടുന്ന കമന്റുകളും എഴുത്തുകളും തന്നെയാണ്. അപ്പൊ ഈ രേഖ ചേച്ചിയുമായിട്ട് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശരിക്കും രേഖ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഒത്തിരി സഫർ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളാണ്. കാരണം ഒരു മകന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ സീരിയൽ ഒരുപാടൊക്കെ നല്ല തിരക്കാതെ ഇപ്പം ആക്ച്വലി വേറെ സീരിയൽസ് ഒന്നും ചെയ്യുന്നില്ല. മകൻ്റെ പഠിത്തവുമായിട്ട് നിൽക്കുകയാണ്. വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ല പുള്ളിക്കാരിക്ക്. മകൻ, രേഖ, ആ ഒരു ജീവിതം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനും നമ്മളിതിങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോഴും ആ സമയം ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരി ഫോൺ എടുത്തില്ല. പിന്നീട് ആ തിരിച്ച് വിളിക്കുന്നത്. അപ്പം ശരിക്കും രേഖയെ സംബന്ധിച്ച് അങ്ങനെ ശരിക്കും അതൊരു നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരാളെ ഇപ്പം എനിക്കും ഉണ്ട്, എന്നാൽ പോലും ഞാൻ പറയാം നമുക്ക് മറ്റുള്ളവർ ഇതിങ്ങനെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ കേൾക്കുമ്പോൾ, കാരണം പുള്ളിക്കാരി അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ആ ഒരു മകന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു എത്ര ഒന്നരണ്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്തപ്പോഴാണ് പുള്ളിക്കാരി റിയാക്ട് ചെയ്തത്. ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചു കേട്ടോ. രേഖ എന്നുള്ള വ്യക്തിയെ ശരിക്കും അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അവരെ പറ്റി ഒത്തിരി പേര് ബാഡ് കമന്റ്സ് പറയാറ്, അല്ലെങ്കിൽ അവരെ പറ്റി വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേഖ രതീഷ് എന്ന് പറഞ്ഞാൽ വളരെ പാവമായിട്ടൊരു സ്ത്രീയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഒരാളാണ്. അപ്പം എനിക്ക് അവരെ ഒരിക്കലും ഈ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വളരെ അടുത്ത് ഇപ്പം തന്നെ എൻ്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയാം, എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ ഇപ്പം എനിക്ക് എല്ലാവരെയും കൂടി ഇത് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം പുള്ളിക്കാരി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുള്ള ഒരാളാണ് രേഖ.